ഹായ് എവ്രി വൺ. നമ്മളിന്ന് മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഐക്കോണിക് പ്രൊഫഷണലിൻ്റെ പ്രോ ടൈറ്റാനിയം ഷൈൻ ഹെയർ സ്ട്രെയിറ്റ്നർ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രെയിറ്റ്നറാണ്. ഒരു 3 വർഷമായിട്ട് ഞാൻ ഈ സെയിം സ്ട്രെയിറ്റ്നർ തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലതാണ് അതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്താലേ നമുക്ക് 2-3 ദിവസമൊക്കെ നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ മുടി ജസ്റ്റ് അഴിച്ചിട്ടിട്ട് വലിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരമൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല അത്. അതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ നമുക്ക് മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. പിന്നെ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. ഞാനിവിടെ ഒരു 210 ഡിഗ്രി സെൽഷ്യസ് എടുക്കുന്നുണ്ട് ഹീറ്റ്. 230 എടുക്കലുണ്ട് ചിലപ്പം. കാരണം എൻ്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ആയി വരണമെങ്കിൽ അത്യാവശ്യം നല്ലോണം ഒന്ന് ഹീറ്റ് കൊടുക്കണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പം നമ്മളിപ്പം 2 ദിവസമായിട്ട് തല ഒളിച്ചില്ല പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം പോയി നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പം അത്ര നന്നായിട്ട് വരണമെന്നില്ല. നമ്മൾ ഫ്രഷ് ഹെയറിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ലതായിട്ട് പെട്ടെന്ന് സ്ട്രെയിറ്റ് ആവുകയും ചെയ്യുന്നതും കുറച്ച് നാളത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുമല്ല നമ്മുടെ മുടിയിലൊക്കെ ഡേർട്ട് അഴുക്ക് പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒന്ന് മുടിയൊക്കെ കഴുകി ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴുകി കളഞ്ഞിട്ടാണ് സ്ട്രെയിറ്റൻ ചെയ്യുന്നത് നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ എണ്ണയൊന്നും പാടില്ല കേട്ടോ. എണ്ണ ഉണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നന്നായിട്ട് പുക വരും. നമ്മൾ ഒന്നാമത് ഹീറ്റ് കൊടുക്കുമല്ലേ, അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ കടുക് ഇറക്കുന്ന എണ്ണ കത്തിക്കരിഞ്ഞൊരു പോലത്തെ അവസ്ഥയാകും. ഇപ്പം തന്നെ അത്യാവശ്യത്തിനും പുകയൊക്കെ പോകും നമ്മുടെ തലേന്ന്. അതായത് നമ്മൾ മുടി ആക്ച്വലി നമ്മൾ തേക്കുവാണല്ലോ, മുടി ഇങ്ങനെ നമ്മൾ തേപ്പൂട്ടിയും കൊണ്ട് തേക്കുന്നൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ പുക നന്നായിട്ട് കരിയും. അപ്പം എണ്ണയും കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഡാമേജ് ചെയ്യും മുടിക്ക്. അതുകൊണ്ട് എണ്ണയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. എൻ്റെ മുടിയിൽ എണ്ണയില്ല, പക്ഷെ എന്നാലും നല്ല രീതിക്ക് പുകയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മുഖത്തോട്ടൊക്കെ നന്നായിട്ട് പുക വരാറുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്ട്രെയിറ്റ്നർ മേടിച്ചിട്ട് ഒരു 3 വർഷമായിട്ടോ. ആക്ച്വലി ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രെയിറ്റ്നറാണ്. നമുക്കൊരു 2-3 ദിവസമൊക്കെ എന്തായാലും നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയ്തതുപോലെ തന്നെ കിടന്നോളൂ. നമ്മൾ നെക്സ്റ്റ് വാഷ് വരെ, അതായത് ഒരു 3 ദിവസം 4 ദിവസമൊക്കെ, ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു വേവി ടെക്സ്ചറായിട്ട് പോകും കേട്ടോ. എന്നാലും അങ്ങനെ എൻ്റെ ആക്ച്വൽ മുടിയിലോട്ട് പോകില്ല, ഒരു നന്നായിട്ട് മാനേജബിളായിട്ട് തന്നെ കിടക്കുക. എങ്കിലും കുറച്ചൊരു വീവി പോലെ ആയിരിക്കും ഇരിക്കുക. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ലുക്കായിരിക്കത്തില്ല നെക്സ്റ്റ് ഡേ, എങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ സ്ട്രെയിറ്റൻ ചെയ്ത പോലെ തന്നെ കിടന്നോളൂ. ഞാൻ വേറെ ബ്രാൻഡിൻ്റെ ഫിലിപ്സിൻ്റെ ഒക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു. നമ്മുടെ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചായിരുന്നു. ഒരു 1000 റേഞ്ചുള്ള 2 സ്ട്രെയിറ്റ്നർ ഞാൻ വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അതൊന്നും സ്ട്രെയിറ്റ് ആവും, പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പഴയതുപോലെ മുടിയാവാൻ തുടങ്ങും. അങ്ങനെ അതൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം 2-3 സ്ട്രെയിറ്റ്നർ നോക്കിയിട്ടാണ് പിന്നെ ഈ ഐക്കോണിക്കിൻ്റെ ഈ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചത്. ഞാനിത് ആക്ച്വലി നൈക്കയെന്നാണ് വാങ്ങിച്ചത്. ആ സമയത്ത് നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത് ഏകദേശം 4500 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ വില. അത്യാവശ്യം പൈസയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം അതിലും കൂടുതലായിട്ടുണ്ട് പൈസ. പക്ഷേ എൻ്റെ പോലത്തെ മുടി, അതായത് ഒരു ചകിരി ടൈപ്പ് മുടിയാണ്. നമ്മുടെ ഇങ്ങനെ ഒരു ഡ്രൈ ഫ്രിസി അങ്ങനത്തെ ഒരു ചകിരി പോലെ ആക്ച്വലി ഇരിക്കുക. അപ്പം അങ്ങനത്തെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് കുറച്ച് നേരം നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വിലേൻ്റെ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചാൽ നമുക്കങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു 2000 രൂപേൻ്റെ ഒക്കെ ഒരു സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ 1000 രൂപേൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ബ്രാൻഡൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഞാൻ ഫിലിപ്സിൻ്റെ ഒക്കെ നല്ല സ്ട്രെയിറ്റ്നർ ആണെങ്കിലും എൻ്റെ മുടിയിൽ അത്ര വർക്കായില്ല. ഞാൻ മുടിയിലൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം, അതായത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മുടി നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഐക്കോണിക്കിൻ്റെ തന്നെ ഞാൻ വേറൊരു സ്ട്രെയിറ്റ്നർ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഐക്കോണിക് ഗ്ലാം ഹെയർ അങ്ങനെ പറഞ്ഞിട്ട്. അതും ഒരു 2000 അടുപ്പിച്ചായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടും നമുക്ക് അത്ര നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് മുടി നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. പക്ഷേ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ചുരുണ്ട് വരും. നമ്മുടെ നോർമൽ ഹെയർ തന്നെ ആവും. അപ്പം നമ്മൾ മുടിയിൽ അത്ര നേരം ഹീറ്റ് കൊടുത്തതൊക്കെ വെറുതെ പോവും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ്നറിനെ പറ്റി കേട്ടത്. ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ തന്നെ കണ്ടിട്ടാണ് ഈ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചത്. സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറില്ലേ, ആ ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചത്. അപ്പം എനിക്ക് എൻ്റെ ഹെയറും പുള്ളിക്കാരീൻ്റെ ഹെയറും ഒരു സെയിം ടെക്സ്ചർ പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു കുറച്ച് ഒതുക്കാൻ വേണ്ടി പാടുള്ള മുടി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം അതൊന്ന് സ്യൂട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. പുള്ളിക്കാരി ഒരു റിവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഐക്കോണിക്കിൻ്റെ. എനിക്കത് തോന്നുന്നു അതൊരു ഐക്കോണിക് പ്രൊഫഷണൽ സ്ലിം ടൈറ്റാനിയം ഹെയർ സ്ട്രെയിറ്റ്നറാണ്. പക്ഷേ ഇതെന്തോ പ്രോ ടൈറ്റാനിയം ഷൈൻ ഹെയർ സ്ട്രെയിറ്റ്നറാണ്. പക്ഷേ എന്തായാലും ആക്ച്വലി ഇത് കൊള്ളാം കേട്ടോ. ഈ ഹെയർ സ്ട്രെയിറ്റ്നർ മേടിച്ചത് നമുക്ക് വർത്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഇയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് കിടന്നോളും മുടി. നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കാനും കുറച്ച് എളുപ്പമാണ്. ഇപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ മുടി അത്യാവശ്യം സ്ട്രെയിറ്റ് ആവും. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ ഡെയിലി മുടി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷൻ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഴിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് ലുക്കിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. പക്ഷേ ഒരു 2-3 ദിവസമൊക്കെ നന്നായിട്ട് ഇരിക്കണം എന്നുള്ളവർ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് ഭയങ്കര പതുക്കെ ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് എടുത്ത് വളരെ പതുക്കെ. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഞാനിപ്പോഴും കുറച്ച് മടിച്ചിട്ട് കുറച്ച് വലുതാക്കി എടുക്കുന്നുണ്ട് സ്ട്രാൻഡ്സ്. പക്ഷേ നമ്മൾ കുറച്ചീച്ചി എടുത്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ട്, അതായത് പതുക്കെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളൂ. പതുക്കെ വലിച്ച് താഴേക്ക് കൊണ്ടുവരിക. അപ്പം കുറച്ചധികം നമുക്കൊരു 2 പ്രാവശ്യം വലിക്കുമ്പോഴത്തേക്കും മുടി നല്ല സ്ട്രെയിറ്റ് ആയിരുന്നുള്ളൂ. ഞാനിവിടെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഉള്ളവർ അത് ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത്. കാരണം നമ്മുടെ മുടി അത്ര ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കാഞ്ഞേ. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി ഡാമേജ് ആവുമെന്ന്. ആക്ച്വലി ഡാമേജ് ആവും, അതെന്തായാലും ഉറപ്പാണ്. കാരണം നമ്മുടെ നാച്ചുറൽ ഹെയർ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഹീറ്റ് കൊടുത്താൽ ആക്ച്വലി അത് കരിച്ചാണ് നമ്മളിത് സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മുടി എന്തായാലും ഡാമേജ് ആവും. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ അല്ലെങ്കിൽ മുടി കുറച്ച് അഴിച്ചിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഹെയറിന് അഴിച്ചിട്ടാൽ അത്ര നന്നാവില്ല. നമ്മളിപ്പം വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ അഴിച്ചിട്ടാൽ നന്നായിട്ടിരിക്കുമെങ്കിലും നമ്മൾ അഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ മുടിയെല്ലാം ചുരുണ്ട് കയറി ആകെ വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ അഴിച്ചിടാനൊക്കെ കൊതിയുള്ളവർക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ ഒക്കെ നല്ലതാണ്. സ്ട്രെയിറ്റൻ ചെയ്തിടുന്നതൊക്കെ ഒരു ഭംഗിയാണല്ലോ. അങ്ങനെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ കിടന്നുള്ളൂ സ്ട്രെയിറ്റ് ഹെയർ ആകുമ്പോൾ. അതുകൊണ്ട് അല്ലാതെ സ്ട്രെയിറ്റൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും മുടിക്ക് ഡാമേജ് തന്നെ കൊടുക്കും കേട്ടോ. നമ്മളിപ്പം ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചാൽ പോലും മുടി കുറച്ചൊക്കെ ഒരു ഡാമേജിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഡാമേജ് ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ടെൻഷനുള്ളവർ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ മുടിയൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ 1 വീക്ക് കഴിഞ്ഞിട്ട് തല കഴുകുക. അപ്പോൾ ഒരു 1 വീക്ക് ഒരു അത്യാവശ്യം നല്ല മാനേജബിൾ ആയിട്ട് ആ മുടി ഇരിക്കും. കംപ്ലീറ്റ്ലി ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കത്തില്ല, പക്ഷേ എന്നാലും ഒരു വീവി ടെക്സ്ചറായിട്ട് നല്ല മാനേജബിൾ ആയിട്ട് ഒരു നാച്ചുറൽ ലുക്കിൽ നമ്മുടെ മുടി ഇരുന്നോളൂ കേട്ടോ. അപ്പം അങ്ങനെ മുടി ഡാമേജ് ആവും, നമ്മളങ്ങനെ ഇന്നും സ്ട്രെയിറ്റൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ മുടി ഡാമേജ് ആവുന്ന ടെൻഷനുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാം. എങ്കിൽ കൂടെ എല്ലാ ആഴ്ചയൊന്നും ചെയ്യണ്ട കേട്ടോ. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നതാണ് മുടീൻ്റെ ഹെൽത്തിനൊക്കെ നല്ലത്. പ്രത്യേകിച്ച് ഈ എണ്ണയൊന്നും ഒട്ടും തലയിലില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ ഉണ്ടെങ്കിൽ മുടീൻ്റെ ഡാമേജ് കൂടുള്ളൂ. കാരണം നമ്മൾ ഓയിലും ഹീറ്റും കൂടി വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കുകയെന്ന്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ സ്ട്രെയിറ്റ് ചെയ്ത് വന്നപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മുടിയുടെ റൂട്ട്സ് എന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചിട്ട് ചെയ്യും, പിന്നെ മറിച്ചിട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ എൻ്റെ മുടി രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പുറത്തെ സൈഡ് കാണുമ്പോൾ തോന്നും നാച്ചുറൽ ഹെയറും നല്ലതാണല്ലോ, അഴിച്ചിടാൻ പറ്റുമല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും അത്ര നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. അങ്ങനെയല്ല, നമ്മളിപ്പം അഴിച്ചിടുക, അപ്പോൾ ആ ഒരു ഭംഗി കണ്ടിട്ട് അഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതെല്ലാം ചുരുണ്ടാകെ ഒരു വൃത്തികേടായിട്ടിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പ്രത്യേക തരം ഒരു ഹെയർ ടൈപ്പാണ് എൻ്റെത്. ഇങ്ങനെ ഒരു ചകിരി പോലെ, നമ്മൾ ആക്ച്വലി ചകിരി ഇരിക്കത്തില്ലേ, അതേപോലെ തന്നെ ചുരുണ്ട് വരും. ആ സൈഡ് ചെയ്ത പോലെ ഇപ്പുറത്തെ സൈഡും കൂടി നമ്മളൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ മൊത്തത്തിലെടുക്കും കേട്ടോ എൻ്റെ ഈ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പതുക്കെ സമയമെടുത്ത് ഓരോ സ്ട്രാൻഡ്സൊക്കെ എടുത്ത് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, ഈ സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ളവർക്ക് എന്ത് സുഖമല്ലേ. ആക്ച്വലി അവർക്കിങ്ങനെ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചീകിയിട്ടാൽ പോരെ, നല്ല ഭംഗിയായിട്ട് കിടക്കുമല്ലോ.
അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹെയർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ, അപ്പം അവർ ആ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി അത് നല്ല ഭംഗിയായിട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടും. പക്ഷെ നമ്മളൊക്കെ ഒരു ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്തിടുന്ന ആ ഒരു ഭംഗിയേ കാണുള്ളൂ. ഒന്ന് വന്ന് കുളിച്ച് കഴിഞ്ഞാൽ ആ മുടിയൊക്കെ വേറെ രൂപത്തിലായിരിക്കും. പിന്നെ നമ്മൾ പിന്നിക്കെട്ടിയൊക്കെ ആയിരിക്കും നടക്കുക. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പം ചെറുതായിട്ടൊരു അസൂയുണ്ട്. പക്ഷേ ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് ചിലപ്പോൾ ചുരുണ്ട മുടിയായിരിക്കും ഇഷ്ടം. ഇത് കണ്ട എൻ്റെ മുടിയിൽ നിന്ന് നന്നായിട്ട് പുക അടിച്ച് മുഖി കയറുന്നുണ്ട് കേട്ടോ. അതാ എനിക്ക് ചുമ വന്നത്. ആക്ച്വലി ഒരു പൊട്ട മണമാണ്. നമ്മൾ ഈ മുടി കരിയുന്ന ഒരു മണം പോലൊക്കെ തന്നെ വരും. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും മുടി നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ അത്ര നല്ലതല്ല മുടിക്ക് ആക്ച്വലി. പിന്നെ നമ്മുടെ ആഗ്രഹം കൊണ്ടങ്ങ് ചെയ്യുന്നതാണ്. ഒരാൾ നമുക്ക് ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. കാരണം നമുക്കിങ്ങനെ ഈ സെക്ഷൻസ് എടുക്കാനും വെക്കാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ അതേപോലെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുടി ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഫ്രണ്ടിൽ കണ്ടോ, ഫ്രണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട്സിൻ്റെ ഭാഗത്തോട്ട് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തിട്ടില്ല. കാരണം എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എൻ്റെ മുടീനെ അങ്ങോട്ട് റൂട്ടിലേക്ക് ഈ സ്ട്രെയിറ്റ്നർ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ മുടി പൊള്ളുമോ മുഖം പൊള്ളുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുള്ളത് കൊണ്ട് ഞാൻ അത്ര അങ്ങോട്ടേക്ക് എത്തിക്കുന്നില്ല. പിന്നെ അതേപോലെ മുടിയുടെ പുറകുവശത്തും നമുക്ക് ഇങ്ങനെ എടുത്ത് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുടി ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇങ്ങനെ പുറകിലോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കണം. എന്നാൽ തന്നെ കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റൻ ആയോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ അങ്ങ് സ്ട്രെയിറ്റൻ ചെയ്യാം. ഒരാൾ ചെയ്ത് തരാനുള്ളതാട്ടോ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. എന്നാൽ പിന്നെ നമുക്കങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, അവരങ്ങ് ചെയ്യുമല്ലോ. പിന്നെ എൻ്റെ മുടി ഉണ്ടല്ലേ, ഫ്രണ്ടിലെ ഭാഗത്ത് സ്ട്രെയിറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടൊക്കെ ആട്ടോ സ്ട്രെയിറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ റൂട്ടിലോട്ട് നമുക്ക് അത്ര ഹീറ്റ് റൂട്ടിലോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കങ്ങനെ ആ ഭാഗത്തേക്ക് എത്തത്തില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഇതാ ഏകദേശം മുഴുവനും സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫൈനൽ ടച്ച് കൂടി ചെയ്ത് കഴിഞ്ഞപ്പം ആക്ച്വലി സെറ്റായിട്ടുണ്ട് എല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടിരിക്കുന്നത്. നമുക്ക് ജടയൊന്നും കെട്ടത്തില്ല, നല്ല ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, നല്ല ഭംഗിയായിട്ടിരുന്നോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ, സ്ട്രെയിറ്റ് ഹെയർ ആണോ അതോ നാച്ചുറൽ ഹെയർ ആണോ നല്ലതെന്നൊക്കെ കേട്ടോ. ബൈ.